കഥയെ ആരംഭിക്കുന്നത് 1952 കൊങ്കണോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെ താമസിച്ചിരുന്ന ഗോട്ടിയ എന്ന ചെറുപ്പക്കാരനായ ഒരു ബ്രാഹ്മണ പയ്യന് അയൽക്കാരിയായ മുന്നിയോട് വല്ലാത്തൊരു പ്രണയമായിരുന്നു. അവനേക്കാൾ 7 വയസ്സ് മൂത്തതാണ് മുന്നി. മുന്നിയുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ഭ്രാന്തമായി മുന്നിയെ പ്രണയിച്ചിരുന്ന അവൻ മുന്നിയുടെ വിവാഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞതും വരന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. അവന്റെ അമ്മ അത് കൈയോടെ പിടികൂടുകയും അവനെ തല്ലി ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ താൻ മുന്നിയെ വിവാഹം കഴിക്കും എന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ നിൽക്കുകയായിരുന്നു. ഗോട്ടിയയുടെ മുടിമുറിക്കൽ ചടങ്ങ് നടക്കുന്ന സമയമാണ്. അവനെ നന്നായി തല്ലി അമ്മ മുടിമുറിക്കൽ ചടങ്ങിന് വിധേയനാക്കി. മുടിമുറിക്കൽ ചടങ്ങ് നടക്കുമ്പോൾ എതിർവീട്ടിൽ മുന്നിയുടെ വിവാഹം നടക്കുന്നത് വളരെ രൂക്ഷമായ ഭാവത്തോടെ ഗോട്ടിയ നോക്കി നിന്നിരുന്നു. എന്തു വില കൊടുത്തും മുന്നിയെ സ്വന്തമാക്കണം എന്ന് ചിന്തിച്ച ഗോട്ടിയ അന്ന് രാത്രിയിൽ സമുദ്രത്തിന്റെ ഇടനാഴിയിലൂടെ മറുവശത്തെ തുരുത്തിലേക്ക് തന്റെ സഹോദരി ഗീതയെയും കൂട്ടി പോവാൻ തുടങ്ങി. അവിടെ വെച്ച് ദുർമന്ത്രവാദത്തിലൂടെ മുന്നിയെ തന്റെ സ്വന്തമാക്കാനായിരുന്നു ഗോട്ടിയയുടെ പദ്ധതി. കുട്ടിയായ ഗോട്ടിയ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ട് ഗീത ഗോട്ടിയയെ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഗോട്ടിയ അതൊന്നും ചെവികൊണ്ടില്ല. ഇടയ്ക്ക് സഹോദരി ഗീതയെ അവിടെ തനിച്ചിരുത്തി പൂജയ്ക്ക് വേണ്ട പുല്ല് പറിക്കാൻ എന്നവണ്ണം ഗോട്ടിയ മാറി. ശേഷം ആയുധവുമായി കടന്നുവന്ന ഗോട്ടിയ ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി ഗീതയെ തന്നെ ബലി നൽകാൻ തീരുമാനിക്കുകയാണ്. ഗീത തന്റെ ജീവന് വേണ്ടി പൊരുതി ഗോട്ടിയയെ തടയാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ ദുർമന്ത്രവാദം നടത്താൻ പോയ അരയാലിന്റെ വേരിൽ തട്ടി വീണ് ഗോട്ടിയ കൊല്ലപ്പെടുകയാണ്. മരണത്തോട് മല്ലിടുമ്പോഴും മുന്നിയെ വിവാഹം കഴിക്കണം എന്ന് ഗോട്ടിയ പറയുന്നുണ്ടായിരുന്നു. വൈകാതെ ഗോട്ടിയയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ചിതാഭസ്മം അരയാലിന്റെ ചോട്ടിൽ തന്നെ കുഴിച്ചിട്ടു. അരയാലിൽ മന്ത്രവചനങ്ങൾ ചൊല്ലി ഗോട്ടിയയുടെ ആത്മാവിനെ ബന്ധിക്കുകയും ചെയ്തു. എന്തിനാ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നന്ന് ഗോട്ടിയയുടെ അമ്മ ചോദിച്ചിരുന്നു. അവിടുണ്ടായിരുന്ന ഒരു വ്യക്തി മറുപടി പറഞ്ഞു, ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കും എന്നായിരുന്നു അത്. മുടിമുറിക്കൽ കർമ്മം നടന്ന് 10 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ബ്രാഹ്മണ യുവാവ് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അയാൾ ബ്രഹ്മരക്ഷസായി മാറും എന്നൊരു വിശ്വാസമുണ്ട്. മുഞ്ചിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. ബ്രഹ്മരക്ഷസായി മാറിയേക്കാവുന്ന ഗോട്ടിയയുടെ ആത്മാവിനെ ആ അരയാലിൽ തന്നെ മന്ത്രവിദ്യകളാൽ തളയ്ക്കപ്പെടുകയായിരുന്നു. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം പൂനെ നഗരം, ആ നഗരത്തിലായിരുന്നു ബിട്ടു എന്ന പാവത്താൻ യുവാവ് ജീവിച്ചിരുന്നത്. പട്ടിയെപ്പോലും ഏറെ ഭയക്കുന്ന ഒരു പയ്യൻ. അമ്മയുടെ പമ്മി സലൂണിൽ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റായി അവൻ ജോലി നോക്കുകയാണ്. തന്റെ മുത്തശ്ശിയോട് ബിട്ടുവിന് വല്ലാത്ത സ്നേഹമാണ്. തന്റെ രഹസ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ബിട്ടു പങ്കുവച്ചിരുന്നത് മുത്തശ്ശിയുടെ അടുത്തായിരുന്നു. ബിട്ടുവിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. അച്ഛൻ എങ്ങനെ മരണപ്പെട്ടുവെന്നോ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നോ ബിട്ടുവിന് വ്യക്തമായ അറിവില്ല. അമ്മ പമ്മിയും മുത്തശ്ശിയാണെങ്കിലും അന്നുവരെ ബിട്ടുവിനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ബിട്ടുവിന് ഇടയ്ക്കിടയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് വരും. ആ പാനിക് അറ്റാക്കിന്റെ സമയത്ത് മുഞ്ചിയെ തളച്ചിരിക്കുന്ന അരയാലും അരയാലിന്റെ പരിസരങ്ങളും വല്ലാത്തൊരു ഭയത്തോടെ അവൻ കൺമുമ്പിൽ കാണുമായിരുന്നു. പക്ഷെ അതെന്താണെന്നോ എന്തിനാണ് താനത് കാണുന്നതെന്നോ ബിട്ടുവിന് അറിവുണ്ടായിരുന്നില്ല. ബിട്ടുവിനൊരു പ്രണയമുണ്ട്. ബേല എന്നാണ് പ്രണയിനിയുടെ പേര്. ചെറുപ്പം തൊട്ടേ തന്നേക്കാൾ മുതിർന്ന ബേലയോട് ബിട്ടുവിന് പ്രണയമുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ബേല പഠിക്കുവാൻ വിദേശത്ത് പോയി. US നിന്നും അവളിപ്പോൾ തിരികെ വന്നിരിക്കുകയാണ്. തിരികെ വന്നപ്പോൾ ബേലയ്ക്ക് കൂടെ ബോയ്ഫ്രണ്ടും ഉണ്ടായിരുന്നു. കൂബ എന്നായിരുന്നു ആ ബോയ്ഫ്രണ്ടിന്റെ പേര്. പക്ഷേ ബേലയോട് തന്റെ ഉള്ളിലെ പ്രണയം പറയുവാൻ ബിട്ടു എല്ലായ്പത്തെയും പോലെ ഭയന്നിരുന്നു. ബേലയ്ക്കൊപ്പമുള്ള സൗഹൃദം അവൻ കാത്തു സൂക്ഷിച്ചു പോന്നു. US നിന്ന് തിരിച്ചെത്തിയ ബേല നിലവിൽ പൂനെ നഗരത്തിൽ ഒരു സൂംബ ക്ലാസ് ഒക്കെ തുടങ്ങി അവിടെ തന്നെ കൂടാനുള്ള പരിപാടിയിലാണ്. അതിന് ബേലയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ബിട്ടുവായിരുന്നു. ബിട്ടുവിനൊരു കസിനുണ്ട്, പിൽബർഗ് എന്ന് വിളിക്കപ്പെടുന്ന ദിൽജിത്ത്. വീഡിയോഗ്രാഫിയും ആഡ് പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നതുമാണ് സ്പിൽബർഗിന്റെ പ്രധാന തൊഴിൽ. തന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ബേലയുടെ സൂംബ ക്ലാസിന് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ സ്പിൽബർഗിനെ ബിട്ടു ചുമതലപ്പെടുത്തി. വൈകാതെ ബേലയുടെ സൂംബ ക്ലാസിന്റെ ഉദ്ഘാടനമായിരുന്നു. അങ്ങോട്ടേക്ക് ബിട്ടുവും സ്പിൽബർഗും വന്നെത്തിയിരുന്നു. സ്പിൽബർഗിന് അടുത്ത് വന്ന ബേല ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് നന്ദിയുണ്ടട്ടോ എന്ന് അവനോട് പറഞ്ഞു. ആ സമയം തന്നെ ബിട്ടുവിന്റെ ഉള്ളിലെ സ്നേഹവും മറ്റും സ്പിൽബർഗ് തിരിച്ചറിഞ്ഞിരുന്നു. കാര്യം ബിട്ടു ആഡ് ഷൂട്ട് ചെയ്യാൻ അവന് പണം കൊടുത്തിരുന്നല്ലോ. അന്ന് ബിട്ടുവും ബേലയും മാറി നിന്ന് സംസാരിച്ചു. എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക എന്നൊക്കെ ബേല ബിട്ടുവിനോട് പറയുന്നുണ്ടായിരുന്നു. ബിട്ടുവിനാണെങ്കിൽ തന്റെ പ്രണയത്തിൽ വലിയ പ്രതീക്ഷ തോന്നിയ സമയം പെട്ടെന്നാണ് അവിടെ മറ്റൊന്ന് സംഭവിച്ചത്. ബേലയുടെ ബോയ്ഫ്രണ്ടായ കൂബ പാട്ട്
പാട്ടുപാടി ഡാൻസ് ചെയ്ത് അവിടെ വെച്ച് ബേലയെ പ്രപ്പോസ് ചെയ്തു. ബേലയും ചിരിയോടെ തന്നെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ബിട്ടുവിന്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ബിട്ടുവിന് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്നു. മുഞ്ചിയെ ബന്ധിച്ചിരിക്കുന്ന അരയാലും ചേത്തുക്വാടിയിലേക്ക് പോ എന്ന് മുഞ്ചിയ പറയുന്ന ശബ്ദവും അവന്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അധികം വൈകാതെ ബിട്ടുവിന്റെ കസിൻ സിസ്റ്റർ റുക്കുവിന്റെ വിവാഹ നിശ്ചയം വരികയായിരുന്നു. അതിനുവേണ്ടി അവർ കുടുംബം ഒന്നടങ്കം അവരുടെ പഴയ തറവാട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കൊങ്കണോട് ചേർന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അന്ന് യാത്രാമധ്യേ പമ്മിയും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട്. ബിട്ടുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ പമ്മിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്തോ വല്ലാത്തൊരു ഭയം പമ്മിയുടെ ഉള്ളിലുള്ള പോലെ. പക്ഷേ മുത്തശ്ശി പമ്മിയോട് ചോദിച്ചു, എത്ര നാൾ നീ എല്ലാം അവനിൽ നിന്ന് മറച്ചുവെക്കും? എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം ഞാൻ മറച്ചുവെക്കും. കഴിഞ്ഞ തവണ പോയപ്പോ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്നായിരുന്നു പമ്മി തിരികെ ചോദിച്ചത്. മുത്തശ്ശി പിന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല. മുത്തശ്ശിയുടെ ഉള്ളിലും എന്തോ ഒരു ഭീതിയുണ്ടായിരുന്നു. യാത്രയ്ക്കൊടുവിൽ കൊങ്കണിലെ ഗ്രാമത്തിലേക്ക് തറവാട്ട് വീട്ടിലേക്ക് അവർ വന്നെത്തി. റുക്കുവിന്റെ അച്ഛനും ബിട്ടുവിന്റെ അച്ഛന്റെ അനിയനുമായ ബാലുക്കാക്കക്ക് അവരുടെ വരവ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചേട്ടൻ പമ്മിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അതിന്റെ ഒരു എതിർപ്പ് മൊത്തത്തിൽ കാണാമായിരുന്നു. പമ്മിയോടും ബിട്ടുവിനോടും പോലും ബാലുക്കാക്കക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മകളുടെ വിവാഹ നിശ്ചയത്തിന് വന്നതുകൊണ്ട് മാത്രം അയാൾ വലിയ പ്രശ്നമുണ്ടാക്കാതെയിരുന്നു. എന്നിരുന്നാലും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വർത്താനമൊക്കെ ബാലുക്കാക്കയുടെ അടുത്തു നിന്നും ഉണ്ടായിരുന്നു. അന്ന് റുക്കുവിനൊപ്പം ബിറ്റു പുറത്തുപോയി. ബീച്ചിൽ പോയി അവർ അവിടെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ബീച്ചിൽ നിന്നും നോക്കിയാൽ കാണുന്ന ആ ദ്വീപ് ബിറ്റു നോക്കിക്കണ്ടു. സ്വപ്നങ്ങളിൽ ഭയപ്പെടുത്തുന്ന പോലെ അവൻ കാണാറുള്ള അതേ ദ്വീപ്. പെട്ടെന്ന് അവന് പാനിക് അറ്റാക്ക് വന്നു. ചേറ്റുക്വാടി ബിറ്റു, ചേറ്റുക്വാടി എന്നിങ്ങനെ മുഞ്ചിയുടെ ശബ്ദം അവൻ കേട്ടു. തന്റെ അച്ഛൻ ഭയന്നോടുന്ന ഒരു കാഴ്ചയും അവൻ കൺമുമ്പിൽ കണ്ടു. റുക്കു വിളിച്ചപ്പോഴായിരുന്നു ബിറ്റു ഞെട്ടലിൽ നിന്നുണർന്നത്. എന്റെ അച്ഛനെ പറ്റി നിനക്കെന്തെങ്കിലും അറിയോ? ഒരു ഭയത്തോടെ ബിറ്റു ചോദിച്ചു. ഇല്ലെന്നായിരുന്നു റുക്കുവിന്റെ മറുപടി. അധിക നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാമെന്ന് റുക്കു ബിറ്റുവിനോട് പറഞ്ഞു. എന്താ എന്ന് ബിറ്റു ചോദിച്ചപ്പോ ചേറ്റുക്വാടി എന്ന ആ ദ്വീപ് ശപിക്കപ്പെട്ട ഇടമാണെന്നും രാത്രി വൈകിയാലാരും അവിടെ വരാറില്ല എന്നും റുക്കു പറഞ്ഞു. മറുവശത്ത് വീട്ടിൽ ബാലുക്കാക്കയും മുത്തശ്ശിയും തമ്മിൽ വാക്കുതർക്കം നടക്കുകയായിരുന്നു. ബാലുക്കാക്ക അവരുടെ പരമ്പരാഗത സ്ഥലമായ ചേറ്റുക്വാടി വിൽക്കുവാൻ പ്ലാൻ ചെയ്തിരുന്നു. ബയ്യറും വന്നിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശി ശപിക്കപ്പെട്ട ആ ഇടം വിൽക്കാൻ പറ്റില്ല, അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അതിനെ എതിർത്തു നിന്നു. പക്ഷേ താനല്ലല്ലോ ആദ്യം അത് വിൽക്കാൻ നോക്കിയത്, ബിറ്റുവിന്റെ അച്ഛൻ, അതായത് തന്റെ ചേട്ടനായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലുക്കാക്ക സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ബിറ്റുവും റുക്കുവും കയറി വരുന്നത്. മുത്തശ്ശിയോട് ബാലുക്കാക്ക വാക്കുതർക്കമുണ്ടാക്കി നിൽക്കുമ്പോൾ ബിറ്റുവിന്റെ അച്ഛൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങളുടെ സൂചനയും ആ സംസാരത്തിൽ ഉയർന്നു വന്നു. അത്രനാളും ഒന്നുമറിയാതെ ആശങ്കയിലായിരുന്ന ബിറ്റു ബാലുക്കാക്കയോട് തന്നെ തന്റെ അച്ഛന് പറ്റിയത് എന്താണെന്ന് ചോദിക്കുകയാണ്. വൈകാതെ ദേഷ്യത്തിൽ ബാലുക്കാക്ക ആ കാര്യങ്ങൾ പറഞ്ഞു. ബിറ്റുവിന്റെ അച്ഛൻ ചേറ്റുക്വാടി വിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു. ചേറ്റുക്വാടിയിൽ ശപിക്കപ്പെട്ടതായുള്ളത് മുഞ്ചിയ കുടികൊള്ളുന്ന ആൽമരമാണല്ലോ. ആൽമരം കത്തിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ തനിയെ ബിറ്റുവിന്റെ അച്ഛൻ ചേറ്റുക്വാടിയിലേക്ക് പോയി. പക്ഷേ അന്ന് രാത്രിയിൽ കാലുതെറ്റി സമുദ്രത്തിനകത്തു വീണ് ബിറ്റുവിന്റെ അച്ഛൻ കൊല്ലപ്പെടുകയായിരുന്നു. ഏവരും വിശ്വസിക്കുന്നത് അത് മുഞ്ചി ചെയ്തതാണെന്നാണ്. ബാലുക്കാക്ക അത് പറഞ്ഞത് വിശ്വസിക്കാൻ ബിറ്റു കൂട്ടാക്കിയില്ല. ബിറ്റുവും ബാലുക്കാക്കയും തമ്മിൽ അതിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി. നിനക്ക് വിശ്വാസമില്ല, ഗ്രാമത്തിലുള്ളവരോട് പോയി ചോദിക്കടാ എന്ന് ബാലുക്കാക്ക ആക്രോശിച്ചപ്പോ കരച്ചിലിന്റെയും ദേഷ്യത്തിന്റെയും വക്കിലായിരുന്ന ബിറ്റു വീട്ടിൽ നിന്നിറങ്ങി സ്കൂട്ടറും എടുത്തു പോവുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ ബിറ്റു നേരെ പോയത് ചേറ്റുക്വാടിയിലേക്കായിരുന്നു. വർഷങ്ങളായി അവൻ സ്വപ്നം കാണുന്ന, അവനെ വേട്ടയാടുന്ന അതേ ചേറ്റുക്വാടിയിലേക്ക്. ചേറ്റുക്വാടിയിൽ ഭയത്തോടെയെത്തിയ അവൻ അന്ന് അരയാലിൽ ബന്ധിച്ച് മുഞ്ചിയയുടെ യഥാർത്ഥ രൂപം നേരിൽ കണ്ടു. വല്ലാതെ അവൻ ഭയക്കുകയും ചെയ്തിരുന്നു. മുഞ്ചിയയും അവനെ നേരിൽ കണ്ടു കഴിഞ്ഞു. രാത്രി പിന്നിട്ടും ബിറ്റുവിനെ കാണാതായതോടെ ഏവരും അന്വേഷിച്ചിറങ്ങുകയാണ്. ചേറ്റുക്വാടി ബീച്ചിന്റെ സൈഡിൽ അവൻ കൊണ്ടുപോയ വണ്ടി കണ്ടു എന്ന വിവരം വീട്ടിൽ ലഭിച്ചു. അങ്ങോട്ട് പോയി അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ മുത്തശ്ശി ബാലുക്കാക്കയോട് പറഞ്ഞെങ്കിലും ഏവർക്കും ആ സമയം അങ്ങോട്ട് പോവാൻ ഭയമായിരുന്നു. മുത്തശ്ശി പത്തായപ്പുരയിലേക്ക് പോയി തന്റെ പഴയ ട്രങ്ക് വെട്ടി തുറന്നു. അതിനുള്ളിൽ നിന്ന് പഴയൊരു ഫോട്ടോ എടുത്തു നോക്കി. അതിൽ മുന്നിയുടെ അടക്കം ഫോട്ടോ ഉണ്ടായിരുന്നു. ശേഷം അതിനകത്ത് നിന്ന് കെട്ടിവെച്ചിരുന്ന ഒരു മാന്ത്രിക ദണ്ടെടുത്തു. ശേഷം റാന്തൽ വിളക്ക്
വിളക്കും തൂക്കി ചേറ്റുക്വാടി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബിറ്റുവിന്റെ മുത്തശ്ശി യാഥാർത്ഥ്യത്തിൽ മുഞ്ചിയായി മാറിയ ഗോട്ടിയുടെ സഹോദരി ഗീതയായിരുന്നു എന്ന സത്യം. പണ്ട് ഗോട്ടിയ ബലി കൊടുക്കാൻ ശ്രമിച്ച അതേ സഹോദരി തന്നെ. മുത്തശ്ശി ധൈര്യത്തോടെ ചേറ്റുക്വാടിയിലേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ച് നേരിട്ട് മുഞ്ചിയെ കണ്ടു. ഗീതയ്ക്ക് മുഞ്ചിയെ ഭയമേ ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരിയെ കണ്ട മുഞ്ചിയ ഗീതയെ കളിയാക്കി സംസാരിക്കാനൊക്കെ തുടങ്ങി. ബിറ്റുവിനെ പറ്റി ചോദിച്ചപ്പോ ബിറ്റു എവിടെയെന്ന് മുഞ്ചിയ കാണിച്ചു കൊടുത്തു. അരയാലിന്റെ വേരിനാൽ മുഞ്ചി അവനെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ബിറ്റുവിനെ കൊന്നു കാണിക്കുവാനും മുഞ്ചിയ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും മുത്തശ്ശി ഗീത ഉടൻ മാന്ത്രിക ദണ്ട് പുറത്തെടുത്തു. അത് കണ്ടതും മുഞ്ചിയെ ഭയക്കാൻ ആരംഭിച്ചിരുന്നു. മാന്ത്രിക ദണ്ടിന്റെ സഹായത്തോടെ മുഞ്ചിയെ എതിരിട്ട് അന്ന് ബിറ്റുവിനെ രക്ഷപ്പെടുത്താൻ മുത്തശ്ശി നോക്കുകയാണ്. മുത്തശ്ശി അതിൽ വിജയം കണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോവാൻ നേരം മുഞ്ചിയെ ബിറ്റുവിന്റെ പുറത്ത് തന്റെ കൈ പതിപ്പിച്ചിരുന്നു. ദ്വീപിൽ നിന്നും ഒരു തരത്തിൽ ബിറ്റുവിനെയും രക്ഷിച്ച് മുത്തശ്ശി മറുകരയിലെത്തി. അവിടെ വെച്ച് അത്രനാളും അവനിൽ നിന്നും മറച്ചുവെച്ച കാര്യങ്ങളൊക്കെ മുത്തശ്ശി അവനോട് വെളിപ്പെടുത്തി. അരയാലിന്റെ ചോട്ടിലാണ് ഗോട്ടിയയുടെ ചിതാഭസ്മം ഉള്ളതെന്നും അവനെ അരയാലിൽ ബന്ധിച്ചിരിക്കുകയാണെന്നും അവന് പുറത്തു വരാൻ സാധിക്കില്ല എന്നും മുത്തശ്ശി പറഞ്ഞു. തന്റെ ജീവനുള്ളിടത്തോളം ബിറ്റുവിനെ താൻ രക്ഷിക്കുമെന്നും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. ബിറ്റുവിന് സന്തോഷവും മുത്തശ്ശിയോട് വലിയ സ്നേഹവും തോന്നി. പക്ഷേ പെട്ടെന്ന് ബിറ്റുവിന്റെ പുറത്തുള്ള മുഞ്ചിയുടെ കൈപ്പാട് വല്ലാത്തൊരു രീതിയിൽ പ്രകാശിക്കാൻ ആരംഭിച്ചിരുന്നു. സംഭവം എന്തെന്നാൽ ബിറ്റുവിന്റെ ദേഹത്ത് കയറി മുഞ്ചിയ തന്റെ ബന്ധനം തകർത്ത് ചേറ്റുക്വാടി വിട്ട് പുറത്തെത്തിയിരുന്നു. സ്വതന്ത്രനായി പുറത്തെത്തിയതും ഗോട്ടിയ മുത്തശ്ശിയെ കൊന്നുകളഞ്ഞു. ആ കാഴ്ച കണ്ട് ഭയന്ന് ബിറ്റു ബോധം കെട്ടു വീഴുകയും ചെയ്തിരുന്നു. ബോധം തെളിയുമ്പോൾ ബിറ്റു ആശുപത്രിയിലായിരുന്നു. മുത്തശ്ശിയുടെ മരണം ബിറ്റുവിന് സഹിക്കാൻ പറ്റുന്നത് പോലും ആയിരുന്നില്ല. പക്ഷേ ഏവരും ഫ്യൂണറൽ ചടങ്ങിന്റെ സമയത്ത് പോലും ബിറ്റു കാരണമാണ് മുത്തശ്ശി മരിച്ചത് എന്ന് പറഞ്ഞ് ബിറ്റുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവരുടെ പറച്ചിലൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാതെ പമ്മി ബിറ്റുവിനെയും വിളിച്ച് അന്ന് തന്നെ പൂനെക്ക് തിരികെ പോരുകയാണ്. പക്ഷെ അന്ന് തിരികെയുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് തന്നെ തന്റെ കൂടെ കൂടിയിരിക്കുന്ന മുഞ്ചിയയെ ബിറ്റു കൺമുമ്പിൽ കണ്ടു. മറ്റാർക്കും മുഞ്ചിയയെ കാണാൻ പറ്റില്ലെന്നും ബിറ്റുവിന് മാത്രമേ കാണാൻ സാധിക്കൂ എന്നും മുഞ്ചിയ ബിറ്റുവിനോട് പറഞ്ഞു. ചേറ്റുക്വാടിയിൽ നിന്ന് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും മുന്നിയെ കണ്ടെത്താനും മുഞ്ചിയ ബിറ്റുവിനോട് പറഞ്ഞിരുന്നു. ബിറ്റു വല്ലാതെ ഭയപ്പെട്ടു നിന്നു. പിന്നീട് അങ്ങോട്ടേക്ക് മുഞ്ചിയ ബിറ്റുവിനെ വേട്ടയാടാൻ ആരംഭിച്ചു. വീട്ടിലെത്തിയിട്ടും ബിറ്റുവിന് സമാധാനമില്ലാതായി. മുന്നിയെ അന്വേഷിക്ക്, മുന്നിയെ കണ്ടെത്ത് മുഞ്ചിയ പറഞ്ഞുകൊണ്ടിരുന്നു. ബിറ്റു എതിർത്തപ്പോൾ മുഞ്ചിയ ബിറ്റുവിനെ ആക്രമിച്ചു. ബിറ്റു അപ്പോഴും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മുഞ്ചിയ അമ്മയെ ആക്രമിക്കുമെന്ന ഘട്ടം വന്നതോടെ ബിറ്റു മുഞ്ചിയ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ബിറ്റുവിന് സമാധാനമില്ലാത്ത രാത്രികളായിരുന്നു. സൂര്യാസ്തമയത്തോടെ മുഞ്ചിയ പ്രത്യക്ഷപ്പെടും. രാത്രി മുഴുവൻ മുന്നിയെ തിരഞ്ഞ് ബിറ്റുവിനെയും കൊണ്ട് തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പുലർച്ചെ ഉറക്കം തൂങ്ങിയായിരുന്നു ബിറ്റു വീട്ടിലേക്ക് എത്തുന്നത് പോലും. ബിറ്റുവിന്റെ പ്രവൃത്തിയും കണ്ണുകൾ ചുവന്നിരുന്നതുമെല്ലാം ബിറ്റു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ, മുത്തശ്ശിയുടെ മരണം കാരണം അവൻ അത്തരത്തിൽ തകർന്നുപോയോ എന്നൊക്കെ പമ്മിയെ സംശയിപ്പിച്ചു. ഒടുവിൽ സ്പിൽബർഗിനെ കൊണ്ടുതന്നെ ബിറ്റുവിന്റെ അമ്മ പമ്മി ബിറ്റുവിനോട് അതിനെപ്പറ്റി ചോദിക്കുകയാണ്. താൻ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞ ബിറ്റു ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ച് സ്പിൽബർഗിനോട് തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സ്പിൽബർഗ് മുഞ്ചിയൊക്കെ വെറും പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും അതിൽ വിശ്വസിക്കാൻ കൂട്ടാക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷെ അന്ന് രാത്രി തന്നെ ബിറ്റു സ്പിൽബർഗിന് മുഞ്ചിയുടെ സാന്നിധ്യവും മറ്റും അവന്റെ കൺമുമ്പിൽ തെളിയിച്ചു കൊടുത്തു. സൂര്യാസ്തമയത്തിന് ശേഷമാണ് മുഞ്ചി പുറത്തു വരികയെന്നും പുലർച്ചയോടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും എന്നും ബിറ്റുവിൽ നിന്ന് സ്പിൽബർഗ് മനസ്സിലാക്കിയിരുന്നു. സ്പിൽബർഗിനും വല്ലാതെ ഭയം തോന്നിയെങ്കിലും ഓജോ ബോർഡടക്കം പല വഴിയിലൂടെ മുഞ്ചിയോട് സംസാരിക്കാൻ അവർ ശ്രമിച്ചു. മുന്നിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയായിരുന്നു മുഞ്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടെ മുന്നി ആരാണെന്നും എന്താണെന്നും കണ്ടെത്താനുള്ള ശ്രമം സ്പിൽബർഗും ബിറ്റുവും ചേർന്ന് നടത്തുകയാണ്. മുഞ്ചിയ മുത്തശ്ശിയുടെ സഹോദരൻ ഗോട്ടിയെയാണ്. അതിനർത്ഥം ഗോട്ടിയൊക്കെ പരിചയമുള്ള ഒരാളാണ് മുന്നി. അങ്ങനാണെങ്കിൽ മുന്നി അതേ വില്ലേജിൽ നിന്നാവാൻ സാധ്യതയുണ്ട്. റുക്കുവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റിയേക്കും എന്ന് ചിന്തിച്ച് അവർ റുക്കുവിനെ വീഡിയോ കോൾ ചെയ്യുന്നു. സ്പിൽബർഗിന് റുക്കുവിനോടൊരു പ്രണയ താല്പര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് സ്പിൽബർഗും അണിഞ്ഞൊരുങ്ങി വീഡിയോ കോളിൽ പങ്കാളിയായി. മുന്നി എന്ന് കേട്ട് ആദ്യം റുക്കുവിന് മനസ്സിലായില്ലെങ്കിലും അവരുടെ ഫാമിലിനെയും കേട്ടപ്പോൾ അവർ എതിർവശത്തുണ്ടായിരുന്ന ഫാമിലിയാണെന്നും അവരെ നാട് വിട്ടുപോയിട്ട് കുറെ വർഷങ്ങളായല്ലോ എന്നുമായിരുന്നു റുക്കു പറഞ്ഞത്. മുത്തശ്ശിയുടെ പഴയ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ടെന്നും ആ കൂട്ടത്തിൽ മുന്നിയുടെ ഫോട്ടോസ് ചിലപ്പോൾ കിട്ടിയേക്കും എന്നും റുക്കു പറഞ്ഞിരുന്നു. റുക്കു വൈകാതെ ആ ഫോട്ടോസ് വാട്സപ്പ് ചെയ്തു കൊടുത്തു. പക്ഷെ ആ ഫോട്ടോ അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. ബേലയുടെ അതേ മുഖച്ഛായുള്ള കുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു മുന്നിയായി അവർക്ക് നോക്കിക്കാണാൻ സാധിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അവരൊരു കാര്യം മനസ്സിലാക്കി. ബിറ്റു
ബിറ്റു പ്രണയിക്കുന്ന പെൺകുട്ടി ബേലയുടെ മുത്തശ്ശിയാണ്. അവർ അന്വേഷിച്ച് നടക്കുന്ന മുന്നി എന്ന സ്ത്രീ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മുഞ്ചിയ അത് മനസ്സിലാക്കി ബേലയുടെ വീട്ടിലെത്തി. വളരെ പ്രായം ചെന്ന് അവശതയിലുണ്ടായിരുന്ന മുന്നിയെ നോക്കിക്കണ്ടു. ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് ബേല വീട്ടിലേക്ക് വരുന്നത്. ബിറ്റുവിനെ കണ്ട് ബേല സംസാരിക്കാൻ ആരംഭിച്ചു. ആ സമയം മുഞ്ചിയയും ബേലയെ കാണുന്നുണ്ട്. പഴയ മുന്നിയുടെ അതേ രൂപത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരിയായ ബേലയെ ഒരു തരത്തിൽ അവിടെ നിന്ന് ബിറ്റുവും സ്പിൽബർഗും ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് എത്തി. മുഞ്ചിയയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. മുന്നിയെ കല്യാണം കഴിക്കണം എന്ന് അത്രനാൾ പറഞ്ഞിരുന്ന മുഞ്ചിയ ബേലയെ കണ്ടതോടെ തീരുമാനം മാറ്റുകയാണ്. ബേലയെയാണ് തനിക്ക് വിവാഹം കഴിക്കേണ്ടത് എന്ന് മുഞ്ചിയ പറഞ്ഞു. ചേറ്റുക്വാടിയിൽ വെച്ചാണ് അത് നടത്തേണ്ടതെന്നും മന്ത്രതന്ത്രങ്ങളുടെ ഒപ്പം ബേലയെ ബലിയും കൊടുത്തു വേണം അവൾ ഭൂതമായി മാറുമ്പോ വിവാഹം നടത്തുവാനെന്നും മുഞ്ചിയ പറയുന്നുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബിറ്റുവും സ്പിൽബർഗും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ആദ്യം ബിറ്റു അതിനെ എതിർത്തപ്പോൾ ബിറ്റുവിന്റെ അമ്മയെയും സ്പിൽബർഗിനെയും കൊല്ലുമെന്ന് മുഞ്ചി ഭീഷണിപ്പെടുത്തി. അതോടെ ഗത്യന്തരമില്ലാതെ ബിറ്റു ഓക്കെ പറയുകയാണ്. എന്നിരുന്നാലും മുഞ്ചിയ പറയുന്ന പോലെ ബേലയെ കൊലപ്പെടുത്തലൊന്നും പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഞ്ചിയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ്. എൽവിസ് കരീം പ്രഭാകർ എന്നായിരുന്നു അയാളുടെ പേര്. ആളൊരു പാസ്റ്ററാണ്. ആദ്യഘട്ടത്തിൽ പുള്ളി ഒരു തട്ടിപ്പുകാരനാണ് എന്ന മട്ടിൽ ബിറ്റുവിനും സ്പിൽബർഗിനും തോന്നുന്നുണ്ട്. പക്ഷെ അവർ പറയാതെ തന്നെ ബിറ്റുവിന്റെ പുറത്തെ പാട് കണ്ട് അത് മുഞ്ചിയാണ് എന്ന് അയാൾ പറയുന്നു. അതോടെ അയാളിൽ അവർക്ക് വിശ്വാസം തോന്നുകയാണ്. പിന്നാലെ തന്റെ കളക്ഷനിലുള്ള പഴയൊരു ഗ്രന്ഥം കൊണ്ടുവന്ന് അയാൾ അവരോട് സംസാരിച്ചു. 4 മുഞ്ചികളെ ഒഴിപ്പിക്കാൻ ഇത് തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് അയാൾ അവരോടായി പറഞ്ഞു. ഏതേലും ബ്രാഹ്മണ പയ്യൻ തല മുണ്ടനം ചെയ്ത് 10ാം ദിവസത്തിനകം കൊല്ലപ്പെട്ടാൽ അവർ ബ്രഹ്മരക്ഷസായ മുഞ്ചിയായി മാറും എന്നാണ് വിശ്വാസം. ബന്ധുജനങ്ങൾക്ക് മാത്രമേ മുഞ്ചിയെ നേരിൽ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും തന്നെ മുഞ്ചിയ കണ്ണിൽപ്പെടില്ല. പൂർത്തീകരിക്കാത്ത തന്റെ ആഗ്രഹം പൂർത്തിയാക്കുക എന്നതു മാത്രമായിരിക്കും ഓരോ മുഞ്ചിയുടെയും ലക്ഷ്യം. പൊതുവായി മാരേജാണ് മുഞ്ചി ആവശ്യപ്പെടാറുള്ളത്. പക്ഷേ അത്തരത്തിലൊരു വികൃത ജീവിയെ കല്യാണം കഴിക്കാൻ ഏത് പെൺകുട്ടി തയ്യാറാകും? അതുകൊണ്ട് അവരുടെ ചിതാഭസ്മം ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കുഴിച്ചിട്ട് അവരെ ആ മരത്തിൽ ബന്ധിക്കുകയാണ് പതിവ്. പക്ഷേ ചിലപ്പോഴെങ്കിലും തന്റെ രക്തബന്ധുക്കളിൽ ഒരാളെ ഹോസ്റ്റേജ് ആക്കിക്കൊണ്ട് മുഞ്ചി പുറത്തു വരും. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് അവരുടെ സ്വസ്ഥത നശിപ്പിക്കും. എൽവിസിന്റെ വിശദീകരണം കേട്ടതും ഇത് തന്നെയേ ഇവന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്പിൽബർഗ് പറഞ്ഞു. എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടും എന്നായിരുന്നു ബിറ്റുവിന്റെ ചോദ്യം. അങ്ങനെ വെറുതെ രക്ഷപ്പെടുന്നത് എന്തിനാ? അതിനെ അങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്ന് എൽവിസ് പറഞ്ഞു. പിന്നാലെ വിശദീകരിക്കാൻ തുടങ്ങി. വേദഗ്രന്ഥങ്ങൾ അധികരിച്ച് പറയുമ്പോൾ മുഞ്ചിയൊക്കെ വിവാഹം കഴിക്കണമെങ്കിൽ അതിനാദ്യം ഒരു ഫിസിക്കൽ രൂപം സ്വീകരിക്കണം. സാധാരണയായി ആടിന്റെ ശരീരത്തിലേക്കാണ് അത് പ്രവേശിക്കാറുള്ളത്. ഒരു പ്രത്യേക തരത്തിലുള്ള സിംബലുണ്ട്. ഇസഡിന്റെ മധ്യത്തിൽ ഒരു വര വരച്ച പോലെ. ആ ചിഹ്നം മുഞ്ചിയുടെ രക്തബന്ധുക്കളിൽ ഒരാളുടെ രക്തം കൊണ്ട് ആടിന്റെ നെറ്റിയിൽ വരയ്ക്കും. അതോടെ മുഞ്ചിയ ആ ആടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ശേഷം ആടുമായി പെൺകുട്ടിയുടെ വിവാഹം നടത്തും. ശേഷമാണ് വധു ബലി നൽകപ്പെടുക. അതോടെ 2 ആത്മാക്കളും സംഗമിക്കും. മുഞ്ചിയ നിങ്ങളോടും പറയുക ഇതായിരിക്കും. പക്ഷെ മുഞ്ചി ഇതിൽ പറയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഞ്ചിയുടെ ആത്മാവ് ആടിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആ നിമിഷം ആടിനെ അങ്ങ് കൊന്നേക്കണം. അതോടെ മുഞ്ചിയ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും. എൽവിസിന്റെ വിശദീകരണം അവർ കോക്കിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തണമല്ലോ. അതും ചേറ്റുക്വാടിയിൽ വെച്ചു വേണം അതൊക്കെ പ്രവർത്തിക്കുവാനും. ബേലയെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കും എന്നവർക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സ്പിൽബർഗും ബിറ്റുവും ചേർന്നൊരു തന്ത്രമുണ്ടാക്കി. ബേലയുടെ സുംബ ക്ലാസിന് വേണ്ടി ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി അതിന്റെ പേരിൽ ഫ്രീ ആയി ഷൂട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് ചേറ്റുക്വാടിയിലേക്ക് ബേലയെ എത്തിക്കുക. ആ പ്ലാൻ വിജയിക്കുക തന്നെ ചെയ്തു. ബേല അതിന് സമ്മതിച്ചു. അങ്ങനെ ബേലയും സ്പിൽബർഗും ബിറ്റുവും സംഘവും ചേറ്റുക്വാടിയിലേക്ക് പുറപ്പെട്ടു. എൽവിസും ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ കൂടിയിരുന്നു. പക്ഷേ എൽവിസ് മറ്റൊരു വഴിക്ക് ഇറങ്ങി. അവിടെ എൽവിസിന് മറ്റൊരു പരിപാടിയുണ്ട്. താൻ കൂട്ടത്തിൽ നിന്നാൽ മുഞ്ചിക്ക് സംശയം വരുമെന്നും താൻ മാറി നിന്ന് നിർദ്ദേശം തരാം, അതുപോലെ പ്രവർത്തിച്ചാൽ മതി എന്ന് എൽവിസ് അവരോട് പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഷൂട്ടിങ്ങും മറ്റുമായി നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. ബിറ്റുവിന് ബേലയ്ക്ക് മേലുണ്ടായിരുന്ന പ്രണയം വീണ്ടും പൂത്തു തളർക്കുന്നുണ്ടായിരുന്നു. ബേല ആയിടെയായി ഒരു കൺഫ്യൂഷനിലാണ്. അവളുടെ ബോയ് ഫ്രണ്ട് അവളോട് ലണ്ടനിലെ
പൂനെയിലേക്ക് പോവാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവൾക്കതിന് താല്പര്യമില്ല. സുംബയുമായി പൂനെയിൽ നിൽക്കുവാനാണ് താല്പര്യം. അതിനെപ്പറ്റി അവൾ ബിറ്റുവുമായി സംസാരിച്ചു. മുത്തശ്ശി പണ്ട് പറഞ്ഞ ഭയത്തെ എതിർക്കേണ്ടുന്ന ഒരു വാചകം അവൻ അവളോട് പറയുകയാണ്. ആ നിമിഷം അവനുമായി ബ്രേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അവനെ ഫോൺ ചെയ്യാൻ ബേലയൊരുങ്ങി. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കൃത്യം അതേ സമയം തന്നെ അവളുടെ ബോയ്ഫ്രണ്ട് കൂബ കടന്നു വരികയാണ്. അവൾ ഇവിടെ തന്നെ നിന്നാലും എന്തു ചെയ്താലും കുഴപ്പമില്ലെന്നും തനിക്ക് ഓക്കെയാണെന്നും പറഞ്ഞ് അവളുമായി വീണ്ടും ഒന്നുചേരുവാൻ കൂബ ആഗ്രഹിച്ചു. ബിറ്റു നിരാശനായി അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സമയം അസ്തമിക്കാറായി കഴിഞ്ഞു. അതോടെ മുഞ്ചി അവന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടു. കൂബ ബേലയോട് അടുത്ത് പെരുമാറുന്നത് മുഞ്ചിയെ കണ്ടിരുന്നു. മുഞ്ചിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൂബയെ മുഞ്ചി അതോടെ ആക്രമിക്കുകയാണ്. എല്ലാവരും കരുതിയത് കൂബ ആക്രമിക്കപ്പെട്ടത് ഏതോ കാട്ടുനായിനാലാണെന്നായിരുന്നു. കൂബ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കഠിനമായ പരിക്കുകൾ കൂബയ്ക്കേറ്റിരുന്നു. കൂബയുടെ വൃഷ്ണങ്ങൾ വരെ മുഞ്ചിയെ കടിച്ചെടുത്തു. അത് കേട്ട് ബേല ആകെ വല്ലാതായി പോയിരുന്നു. ബേല കരയുന്നത് അവിടുണ്ടായിരുന്ന മുഞ്ചിയെ കണ്ടു. ദേഷ്യത്തിൽ മുഞ്ചിയ അവിടുത്തെ സ്റ്റോർ റൂമിലേക്ക് കയറി ബേലയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വിഷയമുണ്ടാക്കാനും ഒച്ചയുണ്ടാക്കാനുമൊക്കെ ആരംഭിച്ചു. ആ സമയമായിരുന്നു വിവരമറിഞ്ഞ് എന്താ പറ്റിയതെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് റുക്കു കടന്നു വരുന്നത്. അങ്ങോട്ടേക്കെത്തിയ റുക്കു തന്റെ കൺമുമ്പിൽ മുഞ്ചിയെ കണ്ടു. ഒരേ രക്തമായതുകൊണ്ട് റുക്കുവിനും മുഞ്ചിയെ കാണാൻ പറ്റുമായിരുന്നു. റുക്കു അത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. പിന്നാലെ റുക്കുവിനോടും ബിറ്റുവും സ്പിൽബർഗും കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒടുവിൽ എൽവിസ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ഒരു പദ്ധതിയുണ്ടാക്കി. ബേലയ്ക്ക് തേങ്ങിനുള്ളിൽ നാട്ടുചാരായം ഒഴിച്ചുകൊടുത്ത് അവളെ പൂസാക്കി ചേറ്റുക്വാടിയിലേക്ക് കൊണ്ടുപോകാം എന്നതായിരുന്നു അത്. ബിറ്റു അത് ചെയ്യുമ്പോൾ മറുവശത്ത് സ്പിൽബർഗും റുക്കുവും കൂടി വീട്ടിൽ നിന്നൊരാടിനെ മോഷ്ടിച്ചു കൊണ്ടുവരണം. പദ്ധതികളൊക്കെ വിചാരിച്ച പോലെ നടന്നു. അവർ ചേറ്റുക്വാടിയിലെ അരയാലിന്റെ മുമ്പിലെത്തി. എൽവിസിന്റെ നിർദ്ദേശം പോലെ മുഞ്ച പറഞ്ഞപ്പോൾ ബിറ്റുവിന്റെ കൈമുറിച്ച രക്തമെടുത്ത് ആടിന്റെ നെറ്റിയിൽ മുഞ്ച പറഞ്ഞ സിമ്പിൾ റുക്കു വരച്ചു. ഇതേ സമയം മദ്യപിച്ച പൂസായ ബേലയാകട്ടെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. തന്റെയും ആടിന്റെയും കല്യാണത്തിൽ ബേല വല്ലാതെ ഇൻട്രസ്റ്റഡ് ആയി. വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങി ബേലയും ആടുമെത്തി. പെട്ടെന്നായിരുന്നു സിമ്പിൾ വരച്ചതിനു പിന്നാലെ മുഞ്ചി ആടിന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചത്. മുഞ്ച പ്രവേശിച്ചു കഴിഞ്ഞതും ആട് താഴെ വീണു. ശേഷം മുഞ്ചിയ ബേലയെ ബലി നൽകാൻ ആവശ്യപ്പെട്ടു. ഇതാണ് അവസരമെന്ന് കണ്ടതും റുക്കുവിനോട് മന്ത്രങ്ങൾ പറയാൻ ആവശ്യപ്പെട്ട് ബിട്ടു ആടിനെ ബലി നൽകാൻ തുനിഞ്ഞു. കൃത്യം അതേസമയം മദ്യപിച്ച് ലഹരിയിലായിരുന്ന ബേലയാകട്ടെ ഒരു മണ്ടത്തരം ചെയ്തിരുന്നു. ആടിന്റെ നെറ്റിയിൽ റുക്കു വരച്ച അതേ ഡിസൈൻ ബിറ്റുവിന്റെ രക്തം കൊണ്ട് അവളും വരച്ചിരുന്നു. ഞാനും വരനും ഒരേപോലെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അതോടെ ബിറ്റു തന്നെ ചതിച്ചെന്ന് ബോധ്യപ്പെട്ട മുഞ്ചിയ ആടിന്റെ ദേഹത്തു നിന്നും ബേലയുടെ ദേഹത്തേക്ക് പ്രവേശിക്കുകയാണ്. ബേലയുടെ ആത്മാവ് ആടിലേക്കും മാറിയിരുന്നു. കാര്യങ്ങൾ ആകെ കൈവിട്ടുപോയി. ബേലയുടെ ദേഹത്ത് പ്രവേശിച്ച മുഞ്ചിയ അവരെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ബേല ഒരുപാട് മദ്യപിച്ചിരുന്നതുകൊണ്ട് നിലതെറ്റി മുഞ്ചിയ താഴെ വീഴുകയാണ്. ബേലയുടെ ആത്മാവുള്ള ആടിനെയും എടുത്ത് അവർ ഓടി പുറത്തു കടന്നു. എൽവിസിനടുക്കൽ കാര്യം പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു. മുഞ്ചിയ പിന്നാലെ ബേലയുടെ രൂപത്തിൽ അവരെ ആക്രമിക്കാൻ എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയം എൽവിസ് അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. മുഞ്ചിയെ കുടുക്കിലാക്കിയ എൽവിസ് ബേലയുടെ ആത്മാവിനെ തിരികെ കയറ്റുവാൻ ആടിനെ അന്വേഷിക്കാൻ ആരംഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആടിനെ പ്രശ്നമുണ്ടാക്കി റുക്കുവിന്റെ അച്ഛൻ ബാലുക്കാക്ക കൊണ്ടുപോയിരുന്നു. എൽവിസും സംഘവും ബാലുക്കാക്കയുടെ അടുത്ത് ആടിനെ ചോദിച്ചെത്തി. കറിവെച്ച് തിന്നെന്നായിരുന്നു ബാലുക്കാക്കയുടെ മറുപടി. മറുവശത്ത് ആടിനെ അന്വേഷിക്കുകയായിരുന്ന സ്പിൽബർഗിന് ബേലയുടെ ആത്മാവുള്ള ആടിനെ കണ്ടുകിട്ടുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും മുഞ്ചിയൊക്കെ കാവലിരുത്തിപ്പോന്ന റുക്കുവിനെ കബളിപ്പിച്ച് മുഞ്ചി രക്ഷപ്പെട്ടിരുന്നു. മുഞ്ചി അങ്ങോട്ടേക്ക് എത്താറായപ്പോഴേക്കും ബേലയെ ബാലുക്കാക്ക കറിവെച്ച് തിന്നു എന്നറിഞ്ഞ എൽവിസ് ബാലുവിന്റെ വയറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ബേലയുടെ ആത്മാവിനെ പുറത്തെത്തിക്കാൻ സിമ്പിൾ ബാലുക്കാക്കയുടെ നെറ്റിയിൽ വരച്ചു. കൃത്യസമയം അങ്ങോട്ടേക്ക് ബേലയുടെ ആത്മാവുള്ള ആടുമായി സ്പിൽബർഗും വന്നെത്തിയിരുന്നു. മുഞ്ചിയയും വന്നു ചേർന്നു. നിലവിൽ സിമ്പിൾ 3 പേരുടെ നെറ്റിയിലും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി. ബേലയുടെ ആത്മാവ് ബേലയുടെ ശരീരത്തിൽ ആടിൽ നിന്ന് തിരികെ പ്രവേശിച്ചു. മുഞ്ചിയാകട്ടെ ബേലയുടെ ശരീരം വിട്ട് ബാലുക്കാക്കയുടെ ശരീരത്തിലേക്ക് കയറി. ബാലുക്കാക്കയുടെ ആത്മാവ് ആടിലേക്കും പ്രവേശിച്ചിരുന്നു. കരുത്തനായ ബാലുക്കാക്കയുടെ ദേഹത്ത് കയറിയ മുഞ്ചിയ പിന്നെ അവിടെ ഒരു ആക്രമണം തന്നെ നടത്തുകയാണ്. ആർക്കും മുഞ്ചിയെ തടുക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ബേലയെ പൊക്കിയെടുത്ത് ചേറ്റുക്വാടിയിലെ അരിയാലിന്റെ മുമ്പിലേക്ക് മുഞ്ച വന്നെത്തി. ഇതേ സമയം ചേറ്റുക്വാടിയുടെ എതിർവശത്തുള്ള കരയിൽ മുഞ്ചയുടെ അടിയേറ്റ് ബിറ്റു വീണുകിടക്കുകയായിരുന്നു. ആ സമയം മുത്തശ്ശി തന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് ബിറ്റു ഹാലൂസിനേഷനിൽ എന്ന പോലെ കണ്ടു. മുഞ്ചയെ എതിരിടാനുള്ള ധൈര്യം
ബിറ്റുവിന് മുത്തശ്ശി പകർന്നു നൽകി. ആ സമയം കടലിലൂടെ തീരത്തടിഞ്ഞ് മുത്തശ്ശിയുടെ പഴയ മാന്ത്രിക വടിയും അവന്റെ കയ്യിൽ വന്നു ചേർന്നു. അരയാലിനു മുമ്പിൽ മുഞ്ചിയ ബേലയെ മന്ത്രം ചൊല്ലി ബലി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു. മാന്ത്രിക വടിയുമായി ബിറ്റു അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. പിന്നെ നടന്ന ഏറ്റുമുട്ടലിൽ തന്ത്രപരമായി മാന്ത്രിക വടി ഉപയോഗിച്ച് മുഞ്ചിയുടെ പുറത്ത് അടിച്ച സിമ്പിൾ തീർത്ത ബിറ്റു തന്റെ രക്തം ഉപയോഗിച്ച് അരയാലിലും സിമ്പിൾ തീർത്ത് മുഞ്ചിയെ വീണ്ടും അരയാലിലേക്ക് ആവാഹിക്കുകയാണ്. മുഞ്ചിയപ്പോൾ ബിറ്റുവിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നെങ്കിലും ധൈര്യത്തോടെ മുത്തശ്ശിയുടെ വാക്കുകേട്ട് ബിറ്റു അത് പ്രവർത്തിച്ചു. ബിറ്റുവിന് ജീവൻ തിരികെ ലഭിച്ചു. മുഞ്ചിയുടെ ആത്മാവ് വിട്ടൊഴിഞ്ഞതും എഴുന്നേറ്റ ബാലുക്കാക്ക ഭയന്ന് അവിടെ നിന്ന് ഓടിയിരുന്നു. പക്ഷേ ബ്രഹ്മരക്ഷസായി അരയാലിന്റെ ഭാഗമായി മാറിയ മുഞ്ചിയ അരയാലിന്റെ വേരുകൾ നീട്ടി ബിറ്റുവിനെയും ബേലയെയും ആക്രമിക്കാനും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്താനും ആരംഭിച്ചു. ആ ശ്രമത്തിനിടയിൽ ബിറ്റുവിന്റെ കയ്യിൽ ഒരു തീപ്പന്തം ലഭിച്ചിരുന്നു. മറുവശത്ത് ബേലയാകട്ടെ താഴെ കിടന്നിരുന്ന ഡീസൽ ക്യാൻ എടുത്ത് അത് മുഞ്ചയുടെ ദേഹത്തെ കുഴിച്ച് ബിറ്റു എന്ന് വിളിച്ചു പറഞ്ഞു. അരയാലിൽ ചവിട്ടി വേരിൽ തൂങ്ങി ആടിയ ബിറ്റു മുഞ്ചയുടെ നേർക്ക് പന്തം വലിച്ചെറിഞ്ഞു. മുഞ്ച തീ പിടിച്ച് കത്താൻ ആരംഭിച്ചു. ബിറ്റു തെറിച്ച് ദൂരെ വീണു. അരയാൽ നിന്ന് കത്തുന്നത് അവരിരുവരും നോക്കിക്കണ്ടിരുന്നു. മുത്തശ്ശി ആ സമയം തന്നെ നോക്കി നിൽക്കുന്ന പോലെ ബിറ്റുവിന് തോന്നി. കുറച്ചാഴ്ചകൾക്ക് ശേഷം സുംബയിലെ ഉയർന്ന പഠനത്തിനായി ബേല വിദേശത്തേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബിറ്റു ബേലയുടെ മുമ്പിൽ ചെന്നു. ഭയമൊക്കെ മാറിയിരുന്ന ബിറ്റു ബേലയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷേ ബേലയ്ക്ക് അവനെ സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. ബിറ്റുവിനും അത് മനസ്സിലാകുമായിരുന്നു. ബിറ്റു സന്തോഷത്തോടെ ആ റിജക്ഷൻ സ്വീകരിച്ചു. താനൊരിക്കലും മുഞ്ചിയെപ്പോലെ ആയിരിക്കില്ലെന്നും എന്നും അവളുടെ സുഹൃത്തായിരിക്കും എന്നും അവൾ ഉറപ്പുകൊടുത്തു. വളരെ സന്തോഷത്തോടെയായിരുന്നു യാത്ര പറഞ്ഞിരുവരും പിരിഞ്ഞതും. പിൽബർഗും റുക്കുവും ഒന്നിച്ച് ജോലി ചെയ്യാനും മറ്റും ആരംഭിച്ചു. എൽവിസ് തന്റെ പ്രാർത്ഥനാ യോഗങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ബാലുക്കാക്കയുടെ മാനസിക നില തന്നെ തെറ്റിയിരുന്നു. അരയാലെന്ന് സ്വയം കരുതി അയാൾ വെള്ളമൊഴിക്കാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ബിറ്റു നടന്നു നീങ്ങുമ്പോൾ വീണ്ടും മുഞ്ചിയുടെ ശബ്ദവും അരയാൽ മരവും അവൻ കൺമുമ്പിൽ കണ്ടു. കത്തി എരിഞ്ഞിട്ടും അരയാൽ പൂർണ്ണമായി നശിച്ചിരുന്നില്ല. അതിനുള്ളിൽ മുഞ്ച ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലം കച്ചവടമായിരുന്നു. അരയാൽ ആളുകൾ വന്ന് മുറിക്കുകയായിരുന്നു. പക്ഷേ ബിറ്റു ഭയന്നതേയില്ല. കയ്യിൽ സൂക്ഷിച്ചിരുന്ന മുത്തശ്ശിയുടെ മാന്ത്രിക വടി അവൻ പുറത്തെടുത്ത് കയ്യിൽ പിടിച്ചു. പഴയ പേടിത്തൊണ്ടനിൽ നിന്നും ഏറെ ധൈര്യവാനായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. മുഞ്ചെ ഇല്ലാതായിട്ടില്ല എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.